ഇവിടെ ഒരാൾക്ക് അവൻ വരച്ച പെയിന്റിങ്ങിനോട് പ്രണയം തോന്നുകയാണ്. എന്നാ അവൻ പെയിന്റിംഗ് വരച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടേക്ക് പോലീസ് വരുന്നു. ഉടനെ പേടിച്ച ആർട്ടിസ്റ്റ് അവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ നോക്കുന്നു. പക്ഷെ ആ സമയത്ത് അവൻ വരച്ച പെയിന്റിങ്ങിന് ജീവൻ വരികയാണ്. എന്നാൽ അതിന് ചുവരിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പോലീസ് ആർട്ടിസ്റ്റിനെ പിടിക്കാൻ ചെന്നതും പെയിന്റിങ്ങിലെ പെൺകുട്ടി ഓരോ ചുവരും കടന്ന് അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ചെല്ലുന്നു. അങ്ങനെ പോകുന്ന വഴിയിൽ അവള് ഒരു ചുവരിലിരുന്ന എയർ കണ്ടീഷണർ യൂണിറ്റ് തള്ളി പോലീസ് വണ്ടിയുടെ മുമ്പിലിടുന്നു. എന്നിട്ട് അവള് നിർത്താതെ ചുവരുകളിലൂടെ ഓടി ഓടി പോവാണ്. അങ്ങനെ ഫൈനലി അവള് ആർട്ടിസ്റ്റിന്റെ അടുത്തെത്തുന്നു. അപ്പൊ അവൻ ഇത് ഞാൻ വരച്ച പെയിന്റിംഗ് അല്ലേ എന്ന് പറഞ്ഞ് അന്തമിട്ട് നോക്കിയതും പെട്ടെന്ന് അവൻ പൊക്കത്തിന്ന് താഴേക്ക് വീഴുന്നു. പക്ഷെ അവൻ ഒന്നും പറ്റാതെ അവന്റെ സൈക്കിൾ ഒരു കേബിളിൽ കുടുങ്ങി നിരങ്ങി പോവാൻ തുടങ്ങി. അപ്പോഴും പോലീസ് പുറകെ വരുന്നത് കണ്ട പെൺകുട്ടി ഒരു ഇലക്ട്രിക് പോസ്റ്റ് തള്ളി വഴിയിലേക്ക് ഇടുന്നു. അങ്ങനെ പോലീസിന്റെ കാർ ആക്സിഡന്റ് ആവുകയാണ്. എന്നാൽ ആക്സിഡന്റിൽ കാർ ഇടിച്ച് ചുവര് പൊട്ടിയതും ആ പെൺകുട്ടി അവിടെ സ്റ്റക്കായി പോകുന്നു. എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് പുറത്തേക്ക് വരാനേ പറ്റുന്നില്ല. അപ്പൊ ഇത് കണ്ട് വിഷമം തോന്നിയ ഹീറോ പെട്ടെന്ന് ചുവരിൽ എന്തോ വരയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ആ പടം വരച്ചു കഴിഞ്ഞതും അവനെ പോലീസ് പിടിക്കുകയാണ്. പക്ഷെ അവൻ അതോർത്ത് വിഷമിക്കാതെ പെയിന്റിങ്ങിനെ നോക്കി ചിരിക്കുന്നു. അങ്ങനെ പോലീസ് അവനെ കൊണ്ടുപോകുന്നത് വിഷമത്തോടെ ആ പെയിന്റിംഗ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് ആ പെൺകുട്ടി തിരിഞ്ഞു നോക്കിയതും അവൾക്ക് നേരെ ഒരു കൈ വരികയാണ്. അതാരാണെന്ന് വെച്ചാൽ അവൻ തന്നെയായിരുന്നു. സംഭവം പോലീസ് പിടിക്കാൻ വന്ന സമയത്ത് അവൻ വരച്ച രണ്ടാമത്തെ ചിത്രം അവൻ തന്നെയായിരുന്നു. അങ്ങനെ അവരുടെ പ്രണയം ആ ചുവരിൽ ആരംഭിക്കുകയാണ്.